ക്രിക്കറ്റിനേക്കാളും എന്താ പറയുക കൂടുതൽ സ്പേസിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ശുഭ്മൻ ഗിൽ ഇതുവരെ ഏറിയുന്ന താഴെ ഇറങ്ങിയിട്ടില്ല. അതിന് മുമ്പേ അടിച്ചുവിട്ട ഒരു ഡയലോഗാണ് ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ വായിക്കാം. I think if you look at the past 3 or 4 seasons, I think I have the most runs in the IPL. So I don't think I have anything to prove in this season particularly. ഞാൻ കഴിഞ്ഞ 3-4 സീസണൊക്കെ ആയിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര കളിയായിരുന്നു IPL. അതുകൊണ്ട് ഈ സീസൺ പ്രത്യേകിച്ച് കളിക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധം, എനിക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. അങ്ങനൊന്നും പ്രൂവ് ചെയ്യണ്ട. സർഫറാസ് ഖാൻ, രജത് പട്ടിഡാർ, യശസ്വി ജയ്സ്വാൾ, ഋതുരാജ് ഗായക്വാഡ്, സഞ്ജു സാംസൺ, പറയാനാണെങ്കിൽ ഒരു 10-12 പേരുടെ പേര് ഓർത്തിരുന്ന് വേണമെങ്കിൽ പറയാം. ഇവരൊക്കെ പ്രൂവ് ചെയ്യണം. മനസ്സിലായില്ലേ? കരൺ നായർ, ഇവരൊക്കെ പ്രൂവ് ചെയ്യണം. ഇവരൊക്കെ ഡൊമസ്റ്റിക് മാത്രമല്ല, ഓരോ ഇന്ത്യൻ ടീമിൽ കിട്ടുന്ന ഓരോ ചാൻസും പ്രൂവ് ചെയ്താൽ മാത്രമേ ഇന്ത്യൻ ടീമിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ അണ്ണൻ ഇതൊന്നും വിഷയമല്ല. അണ്ണനൊന്നും പ്രൂവ് ചെയ്യാനില്ല. ഇതുപോലെ അരഗൻസ് ആയിട്ടുള്ള ഇവനെയൊക്കെ എങ്ങനെ ഇപ്പോഴും ODI ടീമിന്റെ ക്യാപ്റ്റനുമായിട്ട് 2027 വേൾഡ് കപ്പിന് പോകാൻ പോകും സൗത്ത് ആഫ്രിക്കയിലോട്ട്? ശുഭ്മൻ ഗിൽ സത്യം പറഞ്ഞാല് ഹീസ് എ ഡീസന്റ് ബാറ്റർ. ഡീസന്റ് നല്ലൊരു പ്ലെയറാണ്. ആദ്യമായിട്ട് ഞാൻ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് ഓസ്ട്രേലിയ വെച്ച് നടന്ന ഗാബ ടെസ്റ്റിൽ ഓപ്പണിങ്ങിന് ഇദ്ദേഹം ആദ്യമായിട്ടായിരുന്നു ഡെബ്യൂ വരുന്നത് ആ സീസൺ. നന്നായിട്ട് കളിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. ടെസ്റ്റിൽ ഇദ്ദേഹം നല്ലൊരു പ്ലെയറാണ്, ഒരു ഡൗട്ടും ഇല്ല. ഈവൻ ഇംഗ്ലണ്ട് സീരീസിലും അദ്ദേഹം നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത് 2-2 സീരീസ് ലെവലാക്കിയ പ്ലെയറാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഭയങ്കര ഓവർ റേറ്റഡ് എന്നോ അല്ലെങ്കിൽ കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കാത്തൊരു പ്ലെയറാണ് ഇവൻ. എസ്പെഷ്യലി ODI ടീമിന്റെ ക്യാപ്റ്റൻ ആയി യാതൊരു പേടിയില്ല. അവന്റെ സ്ഥാനത്തെപ്പറ്റി ഒരു വറിയില്ല. എന്നിട്ട് കൂടി ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സ് 2023 വേൾഡ് കപ്പ് അവൻ കളിച്ചു, 2025-24 ചാമ്പ്യൻസ് ട്രോഫി അവൻ കളിച്ചു. ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സ് പോലും ഇന്ത്യക്ക് വേണ്ടി ODI അവൻ കളിച്ചിട്ടില്ല. ഒരു പ്രഷർ മാച്ചസ് പോലും ഡെവലപ്പ് ചെയ്തിട്ടില്ല. 2026 T20 വേൾഡ് കപ്പ് സ്ക്വാഡിൽ നിന്ന് ഇവനെ പുറത്താക്കി ഇഷാൻ കിഷാന് പ്രൂവ് ചെയ്യണം കേട്ടോ. കോൺട്രാക്ട് കൂടി ഇല്ല അവൻ. ഇഷാനെ T20 വേൾഡ് കപ്പിലേക്ക് ഇവനെ പുറത്താക്കി കൊണ്ടുവന്നതും സഞ്ജുവിനെയും ഇഷാനെയും ഓപ്പണേഴ്സ് ആയിട്ട് പരിഗണിച്ചതുമാണ് ഇന്ത്യൻ ടീം BCCI ഏറ്റവും വലിയ കാര്യം. ഇല്ലെങ്കിൽ ഈ T20 വേൾഡ് കപ്പ് കൈയിരിക്കത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ളൊരു വ്യക്തവും കൃത്യമായുള്ള ഡിസിഷൻ 2027 വേൾഡ് കപ്പിന് മുമ്പ് എടുത്തേ പറ്റൂ. ഇവനെ ODI ടീമിനെ പുറത്താക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നല്ലൊരു ODI പ്ലെയറാണ്. ODI ഞാൻ ടെസ്റ്റ് പ്ലെയർ കളിക്കും. പക്ഷെ ODIയിൽ ഇവരെ ക്യാപ്റ്റൻസി വെച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. കാരണം ODI ക്യാപ്റ്റൻസി രോഹിത്തിന് കൊടുന്നേ. രോഹിത്ത് 2027 നിങ്ങളുടെ വേൾഡ് കപ്പ് പ്ലാൻ ഉണ്ടെങ്കിൽ പുള്ളിക്ക് കൊടുക്കുക. എന്നിട്ട് ഇവനെ സാധാരണ പ്ലെയറായിട്ട് കളിപ്പിച്ച് ഫോമൗട്ട് ആണെങ്കിൽ യശസ്വി ജയ്സ്വാളിനോ ഋതുരാജിനോ സഞ്ജുവിനൊക്കെ അവസരം കൊടുക്കുക. ഇങ്ങനെയൊക്കെ അരഗൻസ് ആയിട്ട് ആരില്ല എന്നൊരു ഇന്റർവ്യൂവിന് പറയൂ. എന്നാൽ പറയണ്ടേ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ 2 കൈയോടെ സ്വീകരിക്കുന്നതായിരിക്കും. എനിക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പ്രശ്നമൊന്നുമില്ല, എനിക്കൊന്നും പ്രൂവ് ചെയ്യണ്ട. എന്നാ അയാളിയെ